ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസമാണ് കേട്ടോ, മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്കം പോലെ എണീറ്റ് വന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് കണ്ണാടിയുടെ മുന്നിൽ പരസ്യം കാട്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും രാവിലെ എണീറ്റാൽ ഇതുപോലെ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് നമ്മളെ കുറ്റവും കുറവും നമ്മളെ തന്നെ ഒന്ന് റിയലൈസ് ചെയ്യുമല്ലോ. നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം. എന്നാലുള്ളൂ നമുക്ക് നമ്മളെ കുറവുകൾ മാത്രം നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നോക്കി നിന്നിട്ട് കാര്യമില്ല. അതേപോലെ നമ്മളെ പോസിറ്റീവായിട്ടുള്ള വശം കണ്ണാടിയുടെ മുന്നിൽ നോക്കി നിന്നിട്ട് ഞാൻ ഇന്നെ തന്നെ എന്താ പറയുക ഇഷ്ടപ്പെടും, ഇന്നെ തന്നെ ആസ്വദിക്കുകയും ചെയ്യലുണ്ട് കേട്ടോ. നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ കുറ്റങ്ങൾ മാത്രമല്ല, നമ്മളെ പോസിറ്റീവായിട്ടുള്ള വശം ഞാൻ അങ്ങനെ നോക്കി കാണാറുണ്ട് കേട്ടോ. പിന്നെ ഉമ്മ അത് കൂടെ പോകുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, അവൾ തുടങ്ങി രാവിലെ തന്നെ കണ്ണാടിയുടെ മുന്നിലാന്ന് പരസ്യം കാട്ടണമെന്ന് പറയുന്നുണ്ട് എന്നോട്. അപ്പോൾ പിന്നെ ഷേസു ബേബിക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ ഓൻ്റെ മരുന്ന് കൊടുക്കാൻ കേട്ടോ. ഒരു 3-4 ഐറ്റംസ് മരുന്നുണ്ട്. കൊരയുടെ മരുന്നുണ്ട്, പിന്നെ കഫക്കെട്ടിൻ്റെ മരുന്നുണ്ട്, പിന്നെ മൂക്കിലൊറ്റിക്കണ മരുന്നുണ്ട് കേട്ടോ. മൂക്കിലൊറ്റിക്കണ മരുന്ന് ഒറ്റിക്കാൻ ചെറിയൊരു മടിയുണ്ട് കേട്ടോ. അല്ലാതെ ബാക്കി മരുന്നൊന്നും പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പുട്ടും കുറച്ച് ഗോതമ്പ് ദോശയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഷേജു ബേബിക്കും ഞാൻ കുറച്ച് ഗോതമ്പ് ദോശ കൊടുത്തിട്ടോ. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിച്ചു ഓന്. എന്നിട്ട് ഓന് നമ്മൾ മരുന്നൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒതുങ്ങിയിട്ടില്ല. അപ്പോൾ അതിന് എന്നോട് എന്താ പറയുക കരഞ്ഞങ്ങാണ്ട് മുട്ടായി വേണമെന്നിട്ട് പറയുന്നത്. മുട്ടായി കൊടുന്ന് വെച്ചൊന്നുമില്ല. അപ്പോൾ അവിടെ ഉള്ളിക്കോട്ടയുടെ സൈഡിൽ കുറച്ച് ബേക്കറി കണ്ടിരിക്കണം. അത് കണ്ടിട്ടാണ് മുട്ടായി പറഞ്ഞ് കരയുന്നത്. അപ്പോൾ അത് എടുത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തിന് ഒരാക്കം കിട്ടി എന്തായാലും. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഞാൻ പുട്ടാട്ടോ എടുത്ത് കുറച്ച് പുട്ടും കട്ടൻ ചായയൊക്കെ എടുത്തിട്ട് നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീറ്റാക്കി വെച്ചിട്ടോ. പിന്നെ നമ്മൾ അടിക്കാൻ തുടങ്ങി. ഞാൻ അവിടെ അടിക്കുമ്പോൾ ഉമ്മ അവിടെ സിറ്റോട്ട് പോയി തുടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിറ്റോട് അവിടെ തുടക്കുന്നുണ്ട്. ഞാൻ എന്താ പറയുക, ഇപ്പോൾ ഒന്ന് ശനിയാഴ്ച ആവുകൊണ്ട് മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം അങ്ങനെ കിടക്കും കേട്ടോ. പക്ഷെ റയ്യാനും ഷെസാനൊക്കെ എപ്പോഴും പറയണ പോലെ സ്കൂളില്ലെങ്കിൽ ഓൾക്ക് കുറച്ച് നേരത്തെ എണീക്കും കേട്ടോ. സ്കൂളുണ്ടെങ്കിലോ ഓലോട്ട് എണീക്കേ ചെയ്യൂല. അത് അങ്ങനെ ആയിക്കാരട്ടെ. എല്ലാ കുട്ടികളും മിക്കവാറും അങ്ങനെ തന്നെ ആയിക്കാരം. സ്കൂളില്ല ദിവസം നല്ല ഉറക്കാക്കാരം, സ്കൂളില്ലാത്ത ദിവസമാണെങ്കിലോ നേരത്തെ എണീക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ഈ പണികൾ വേഗം എടുത്തിട്ടില്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞു ഉമ്മ സിറ്റോട് തുടക്കുന്നുണ്ടെന്ന്. ഉമ്മാക്ക് പണികളൊക്കെ വേഗം കഴിക്കണം. അപ്പോൾ ഞാൻ ചെയ്യേണ്ട പണികൾ തന്നെ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഉമ്മ ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചെറിയ അയില കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മീൻകാരൻ്റെ നമ്മൾ വിളിക്കുക പറയുകയാണെങ്കിൽ നമ്മൾ വിളിച്ച് പറയുക ചെയ്യൽ കേട്ടോ. അപ്പോൾ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് ഓല് ഇവിടേക്ക് കൊടുന്ന് തരും കേട്ടോ. ഡെയിലി നമ്മളിപ്പോൾ എന്തായാലും മീൻ വാങ്ങൂലല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്പർ വാങ്ങിയിട്ട് ആവശ്യമുള്ള ദിവസം വിളിക്കലുണ്ട് കേട്ടോ. പിന്നെ ഓല് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മൾ എന്താ പറയുക ഇന്ന ദിവസം മീൻ ഉണ്ടെങ്കിൽ അതറിയില്ലെങ്കിൽ ഇല്ലയെന്ന് അങ്ങനെ നമുക്ക് സ്റ്റാറ്റസ് നോക്കിയിട്ട് അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ വിളിക്കുക ചെയ്യലും. അങ്ങനെ നമ്മൾ അടിച്ചോരലും തുടക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. നമ്മൾ അറങ്ങനെ തിണ്ടായിട്ട് തുടക്കണത്. അപ്പോൾ അതൊക്കെ നീറ്റാക്കിയിട്ട് ചിലപ്പോൾ ഞാൻ തുടച്ചിട്ട് പകുതി അവിടെ ഇട്ട് പോകും കേട്ടോ. തിരുമ്പാൻ തോനെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഇട്ട് പോകലുണ്ട്. അപ്പോൾ ഉമ്മ ആണെങ്കിലും ഉമ്മയുടെ വായിലെ ചീത്തൊക്കെ കേൾക്കലുണ്ട് കേട്ടോ. കാരണം തിണ്ടത്ത് വെള്ളമായാൽ നമ്മൾ അങ്ങനെ സ്ലിപ്പായി പോവുമല്ലോ. അപ്പോൾ അത് ഞാൻ ഉമ്മ തുടക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ച് പോകലാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇന്ന് അതൊക്കെ തുടച്ചിട്ട് നമ്മൾ തിരുമ്പാൻ നിൽക്കണം കേട്ടോ. അത്യാവശ്യം നല്ലോണം തിരുമ്പാണ്ട്. എനിക്കങ്ങനെ ഒരു ദിവസം തിരുമ്പാതെ ഇരിക്കാൻ എന്താ പറയുക ഉണ്ടാവലില്ല കേട്ടോ. അങ്ങനെ തീരെ തിരുമ്പാനൊരു ദിവസം ഇല്ലാതിരിക്കില്ല. എന്തായാലും കുറച്ചേലൊരു ദിവസം എനിക്ക് തിരുമ്പാൻ ഉണ്ടാവലുണ്ട് കേട്ടോ. കാരണം എനിക്ക് എൻ്റെ ഇട്ട ഡ്രസ്സും ഉണ്ടാവും, പിന്നെ ഷേസു ബേബിയും ബേബിയും ഓലൊക്കെ 2-3-4 ഡ്രസ്സ് യൂണിഫോം എങ്ങനെ പോയാലും ഒരു ദിവസം എനിക്ക് തിരുമ്പാനുണ്ടാവും. കൂടുതൽ ഉണ്ടെങ്കിലുള്ളൂ, ഇല്ലെങ്കിൽ കുറവുണ്ടെങ്കിലുള്ളൂ. അല്ലാതെ തിരുമ്പാൻ ഇല്ലാത്ത ദിവസം എനിക്ക് ഉണ്ടാവലില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ തിരുമ്പാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഷേജു ബേബി റൈ ബേബി ആയിക്കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഈ തിരുമ്പും ചെയ്യണം, ഇവരെ എന്താ പറയുക വിളിച്ചിട്ട് എന്താ ചെയ്യണേ എന്താ കാട്ടണമെന്ന് ഇങ്ങനെ തൊള്ളക്കൊരു ഒഴിവില്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്യണോടത്തുനിന്ന് അങ്ങനെ സംസാരിക്കണം കേട്ടോ.
കാരണം അവിടെ എന്തൊക്കെയോ രണ്ടാളും പാടി പണിയൊപ്പിക്കുകയാണ്, കല്ലെടുത്തേറിയും വള്ളം തിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 2 വട്ടമായിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ പാലൂരിന്നും കാണിച്ചു ഇവിടെയും കാണിച്ചു. ഇപ്പം ഈ ഡോക്ടർ പറയുന്നത് ചെയ്തു, വെള്ളത്തിൽ കളിക്കലുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളത്തിൽ നല്ലോണം കളിക്കലുണ്ട് പറഞ്ഞു. അപ്പോൾ ആ വള്ളത്തിൽ കളി അധികമായിട്ട് തന്നെയാണ് ജലദോഷം മൂക്കടപ്പൊന്നും നിൽക്കാത്തത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എല്ലാം തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിപ്പിക്കലും കഴിഞ്ഞിട്ടാട്ടോ ഇന്ന് ഷേസു ബേബിക്കും റയു ബേബിക്കും റയുവിന് കഞ്ഞിയും കൊടുത്തു, ഷേസുവിന് ചോറും പിന്നെ മീനും കൊടുത്തു കേട്ടോ. അപ്പോൾ കുളിപ്പിച്ചിട്ടാട്ടോ ഇന്ന് ഫുഡ് കൊടുത്തിട്ട്, ഇല്ലെങ്കിൽ എനിക്ക് ഫുഡ് കൊടുത്തേക്കണത്, ഇല്ലെങ്കിൽ ഞാൻ കുളിപ്പിക്കണീൻ്റെ മുന്നേ ഞാൻ ഫുഡ് കൊടുക്കും കേട്ടോ. എന്നും കാലമില്ലാത്തൊരു പതിവാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാനും കുറച്ച് 10 മണിച്ചോറ് ഒരു 1 മണിക്കാട്ടോ കഴിക്കണത്. അപ്പം അങ്ങനെ 10 മണിക്ക് ചോറ് കഴിച്ചു. ആ ചോറ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുളി കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് അപ്പുറത്തെ കുടിയിൽ നിന്ന് താത്ത നല്ല ചൂടോടെ ഓല് ഉണ്ണിയപ്പം കൊടുന്നു തന്നു കേട്ടോ. അതുപോലെ കുട്ടി ദറസിന് പോണ സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചൂടോടെ കൊടുന്നു തന്നു. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് 2, 3 അത് കഴിച്ചു. ഞാനും റയ്യാനും ഒക്കെ കഴിച്ചു കേട്ടോ ചൂടോടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ചോറ് 2:30ക്കും 2:45നും കഴിച്ചു കേട്ടോ. അങ്ങനെ കഴിച്ചിട്ട് ഷേസു ബേബീനെ ഉറക്കി. പിന്നെ ഇന്ന് റയു ബേബീനെ ഞാൻ തല്ലി ഉറക്കിയതാണ് കേട്ടോ. കാരണം ഈ ശനി ഞായറേലും ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ രാത്രി നേരത്തെ ഉറങ്ങും. രാത്രി ഉറങ്ങിയിട്ട് പിന്നെ പഠിക്കൂല, ഒന്നുമില്ല. അങ്ങനെ വൈകുന്നേരം നമ്മൾ ഷേസു ബേബിക്ക് അമൃതം പൊടി കുറുക്കൊക്കെ കൊടുത്തിട്ട്, പിന്നെ റയ്യാൻ ഇന്ന് പഴം വാട്ടാനും നിന്നിട്ടില്ല കേട്ടോ. സാധാ ഞാൻ പഴം നുറുക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് അങ്ങനെ കൊടുത്തേക്കാണ് കേട്ടോ. ഇത് കഴിക്കണതന്നെ ഒരു 7 മണിയൊക്കെ ആയിട്ടാട്ടോ. അങ്ങനെ ഇതാ ഓൻ എന്ത് ചെയ്യുകയാണെങ്കിലും മറ്റവൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഓൻ്റെ ചായയൊക്കെ എടുത്ത് കുടിക്കൂട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.